2017 സെപ്റ്റംബർ 11 റഷ്യയിലെ സൗത്ത് വെസ്റ്റ് ഭാഗത്ത് റോഡ് ക്ലീൻ ചെയ്യാൻ വന്ന കുറച്ച് തൊഴിലാളികൾക്ക് യാദൃശികമായി ഒരു മൊബൈൽ ഫോൺ കളഞ്ഞു കിട്ടി. മൊബൈൽ എടുത്തു തുറന്നു നോക്കിയ ക്ലീനേഴ്സ് അത്ഭുതപ്പെടുകയാണ് ചെയ്തത്. സംഭവം അപ്പോൾ തന്നെ പോലീസിനെ അറിയിച്ചു. പാഞ്ഞെത്തിയ പോലീസ് ഉദ്യോഗസ്ഥർക്കും കാണാൻ കഴിഞ്ഞത് അറപ്പും വെറുപ്പും ഉണർത്തുന്ന ചില ചിത്രങ്ങളാണ്. മനുഷ്യരെ മൃഗീയമായി അറുത്തു കൊലപ്പെടുത്തുകയും അത് ഭക്ഷിക്കുകയും ചെയ്യുന്ന ഒരുപാട് ചിത്രങ്ങൾ കണ്ടവർക്ക് ഭയം തോന്നി തുടങ്ങി. എന്നാൽ സംഭവം ഒട്ടും വൈകിപ്പിക്കാതെ തന്നെ പോലീസ് അന്വേഷണം ആരംഭിച്ചു. വൈകാതെ തന്നെ പോലീസ് പ്രതികളെ കണ്ടെത്തുകയും ചെയ്തു. 35-കാരനായ ബക്കാഷീവും അയാളുടെ ഭാര്യ നട്ടാലിയും ചേർന്നിട്ടാണ് ഈ അറുകൊല ചെയ്തു കൂട്ടിയത്. തുടർന്നുള്ള അന്വേഷണത്തിനായി പോലീസ് ഇരുവരുടെയും വീട്ടിലെത്തിയപ്പോഴാണ് മറ്റൊരു ഞെട്ടിക്കുന്ന സത്യം സമൂഹ മാധ്യമങ്ങൾ അറിയാനിടയായത്. വീട്ടിൽ നിന്നും കുറച്ചു മാറി ഒരു ഡെഡ് ബോഡി കണ്ടെത്തുകയും അതിന് ഏകദേശം 35 വയസ്സ് പ്രായം വരികയും ചെയ്യുമെന്ന് പോലീസ് കണ്ടെത്തി. എന്നാൽ പോലീസിനെയും ജനങ്ങളെയും ഞെട്ടിച്ചത് മറ്റൊരു കാര്യം കേട്ടിട്ടാണ്. തങ്ങൾ തന്നെയാണ് ഇത് ചെയ്തതെന്നും 30ഓളം ഡെഡ് ബോഡികൾ കറി വെച്ച് കഴിച്ചിട്ടുണ്ടെന്നും അവർ വ്യക്തമാക്കി. ഞെട്ടിത്തരിച്ച പോലീസ് തുടർന്നുള്ള അന്വേഷണം വീണ്ടും ആരംഭിച്ചു. പിന്നീട് വീട്ടിൽ നിന്നും കണ്ടെത്താൻ സാധിച്ചത് മനുഷ്യാവശിഷ്ടങ്ങൾ ഉപ്പിലിട്ട് വെച്ച ഭരണികളാണ്. അതിനു പുറമെ ഒരു തലയോട്ടി, അതിൻ്റെ എല്ലാ വശങ്ങളിലും ഓറഞ്ചുകൾ കൊണ്ട് ഡെക്കറേഷൻ ചെയ്ത മറ്റൊരു ഭീകരാവസ്ഥയും. എന്നാൽ പിന്നീട് ഇവർ കഴിച്ച അതേ ഭക്ഷണങ്ങൾ തന്നെ കൂടെയുള്ള കുടുംബക്കാരും അയൽവാസികളും കഴിച്ചിട്ടുണ്ടെന്നും പോലീസ് തെളിയിച്ചു. അവസാനം എങ്ങനെയാണ് ഇതെല്ലാം ചെയ്തു കൂട്ടിയത് എന്ന ചോദ്യത്തിന് അവർ പറഞ്ഞ മറുപടി ഇങ്ങനെയാണ്. ഡേറ്റിംഗ് ആപ്പുകളിലൂടെ സൗഹൃദം സ്ഥാപിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരികയും കൂടെ മയക്കാനുള്ള മരുന്നുകൾ നൽകി കൃത്രിമം നടത്തുകയും ചെയ്തു. ഇത് കേട്ടതോടുകൂടി രണ്ടുപേരെയും പോലീസ് അറസ്റ്റ് ചെയ്യുകയും തടവുകാരാക്കുകയും ചെയ്തു. എന്നാൽ സംഭവം കഴിഞ്ഞ് 6 മാസങ്ങൾക്ക് ശേഷം രണ്ടുപേരും മൊഴി മാറ്റി പറയുകയും ചെയ്തു. ഇതുപോലെയുള്ള സംഭവങ്ങൾ നടന്നിട്ടില്ല എന്നും ഡെഡ് ബോഡികൾ താങ്കൾക്കൊരു കാട്ടിൽ നിന്ന് കിട്ടിയതാണെന്നും പറഞ്ഞു. തെളിവുകൾ വേണ്ട രീതിയിൽ പോലീസിന് ലഭ്യമാകാത്തത് കൊണ്ട് തന്നെ അന്വേഷണത്തിലൂടെ ബക്കാഷീവ് ഇങ്ങനെയുള്ള ഒരു സ്വഭാവക്കാരനാണെന്നും, അതായത് ഡെഡ് ബോഡികൾ കണ്ടാൽ ഫോട്ടോ എടുക്കാനും മറ്റും ചെയ്യുന്നൊരു പ്രകൃതക്കാരനാണെന്നും തെളിഞ്ഞു. പക്ഷേ നീണ്ട 7 വർഷത്തിന് ശേഷവും ഈ സംഭവത്തിൻ്റെ പുറകിൽ പോലീസുണ്ട് എന്നുള്ളതൊരു സത്യമാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക.